ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അല്ലേ ആവാറുള്ളത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയും ആവാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ലാവിഷായിട്ടുള്ള കറികളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക. ചില ദിവസങ്ങൾ ചമ്മന്തി പോലും പൊടിക്കാൻ വയ്യാതെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. സാധനങ്ങൾ വീട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാം. ചിലപ്പോൾ അത് വയ്യായിക മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഡനായിട്ടുള്ള ഏതെങ്കിലും യാത്ര ഒക്കെ പോയി മടങ്ങി വീട്ടിൽ വന്നിട്ട് ഉള്ളതിന് ശേഷം വെക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നമ്മൾ നേരിടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് സവാള ചമ്മന്തിയാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിനെ നമുക്ക് സവാള ഇൻസ്റ്റൻറ്റ് സവാള പിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഇടത്തരം വലുപ്പത്തിലുള്ള സവാള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ഓളം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം കറിവേപ്പില, ഇതെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനി നമുക്ക് ഒരു ചോപ്പറിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളെ ചില കുഞ്ഞു കുഞ്ഞു സദ്യകൾക്ക് പച്ചമാങ്ങ ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ടാക്കുമല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ സവാള കൊത്തിയരിഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചോപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഉലുവപ്പൊടി, കായം പൊടി, പിന്നെ കടുക്, വറ്റൽമുളകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചോപ്പറിലേക്ക് നമുക്ക് 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂണോളം വിനാഗിരിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ആവണ വരെ ഒന്നും കൂടെ ഒന്ന് ചോപ്പ് ചെയ്യുക. നമുക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരായാലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വിനാഗിരിയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം സവാളയുടെ മിക്സ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കണ മുളക് പൊടിൻ്റെ അല്ല 2 സ്പൂൺ മുളക് പൊടിയല്ലേ എടുത്തത്. അപ്പോൾ അതിൽ 1 സ്പൂണോളം സാദാ മുളക് പൊടിയും 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല നിറം കിട്ടും നമ്മുടെ ചമ്മന്തിക്ക്. അതുപോലെ അത്ര എരിവ് ഉണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോസസ്സും കൂടി ഉണ്ട്. ഇതൊന്ന് താളിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗമ വെച്ചു. പാൻ ചൂടായപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അതായത് അച്ചാറെണ്ണ, എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ. കാരണം അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. അതുപോലെ നമ്മളുടെ വറ്റൽമുളക്, വേപ്പില അതൊക്കെ ഒന്ന് ഇട്ട് മൂത്ത് വന്നപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാ. കാരണം ഇനി പൊടികൾ ചേർക്കാണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിലേക്ക് 1/2 സ്പൂണോളം ഉലുവപ്പൊടിയും അതുപോലെ തന്നെ അല്പം കായം പൊടിയും അതുപോലെ അല്പം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ചമ്മന്തിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ താളിക്കണ പ്രോസസ്സ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് ചോപ്പ് ചെയ്തില്ലേ, ആ സമയത്ത് വിനാഗിരിയുടെ ഒപ്പം നമുക്ക് നമ്മുടെ സാധാ വെളിച്ചെണ്ണ ചേർത്തിട്ടും ഇതുണ്ടാക്കാം. അതായത് താളിക്കണ പരിപാടി വേണ്ടാന്ന് വെക്കാം. നമ്മൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, തക്കാളി ചമ്മന്തി. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തക്കാളി ഈ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ തക്കാളി ചെയ്യാറുണ്ട്, ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, അതായത് വേവിക്കാതെ കേട്ടോ. ഇതാവുമ്പോൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിള് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ അടിപൊളിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ചെറുനാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നീരിൻ്റെ അളവ് കൂടാൻ പാടില്ല, അല്ലെങ്കിൽ വിനാഗിരിയുടെ അളവും അധികം കൂടാൻ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്ക് ഞാൻ പറയുന്നു കേട്ടോ. ഗ്യാരൻറ്റിയാണ്, അടിപൊളിയാണ് ഇത്. ചോറിനോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ വളരെ സ്യൂട്ടായിട്ട് പോകും ഈ ചമ്മന്തി കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇന്നത്തെ ദിവസവും അങ്ങനെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എന്ത് കറി വെക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. മീൻകാരനും വന്നില്ല. കറി വെക്കാനൊക്കെ തുടങ്ങുമ്പോഴേ 12 മണിയായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. കുറച്ച് ഉണക്കപ്പയർ എടുത്തിട്ട് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുത്തിക്കാച്ചി. പിന്നെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർ സവാളയുടെ ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ പറയണ്ടല്ലോ, അതിന് മാച്ചായിട്ട് നല്ല ഒരു സൂപ്പർ ഡബിൾ ഓംലേറ്റും അടിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് വളരെ കുശാലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യണ ആ ഒരു ആംബിയൻസിന് വളരെ രുചി കൂട്ടിയെന്ന് തോന്നി എനിക്ക് ഈ ഒരു ചമ്മന്തി കേട്ടോ.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി കാണിക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.